തെലുങ്ക് നടൻ മഹേഷ് ബാബുവിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. മഹേഷ് ബാബു പരസ്യത്തിൽ അഭിനയിച്ച 2 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ നടത്തിയ ക്രമക്കേടിലാണ് നടന് നോട്ടീസ് അയച്ചത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് നടപടിയുടെ വിശദാംശങ്ങൾ? അനുജ, ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള 2 കമ്പനികൾ, അതായത് സായി സൂര്യ ഡെവലപ്പേഴ്സ് ഒപ്പം തന്നെ സുരാന ഗ്രൂപ്പ് എന്നിവർക്കെതിരെയാണ് ED നടപടിയെടുത്തിരിക്കുന്നത്. അതായത് ഈ 2 ഗ്രൂപ്പുകളും ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായി ആളുകളിൽ നിന്ന് മുൻകൂറായി പണം വാങ്ങിയിരുന്നു. പക്ഷേ പിന്നീട് സർവത്ര ക്രമക്കേടുകളാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ഈ കമ്പനികളുടെ പല പ്രൊജക്റ്റുകളുടെയും ബ്രാൻഡ് അംബാസിഡർ മഹേഷ് ബാബു ആയിരുന്നു. അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ED ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. അതായത് ഈ 2 കമ്പനികളും ഒരേ പ്ലോട്ട് തന്നെ പലർക്കായി വിൽക്കുന്നതിൻ്റെ രേഖയുണ്ടാക്കി, ഒപ്പം തന്നെ വ്യാജ രജിസ്ട്രേഷൻ നടത്തി. അങ്ങനെ പലതരത്തിൽ ഇവർ ആളുകളിൽ നിന്ന് പണമുണ്ടാക്കി. അപ്പോൾ അതിന് പിന്നാലെ വലിയ പരാതികൾ ഉയർന്നു. അങ്ങനെ ED പരിശോധന നടത്തി. 2 ദിവസം മുമ്പ് നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകളാണ് ഈ 2 സ്ഥാപനത്തിൽ നിന്നും കണ്ടെത്തിയത്. അപ്പോൾ അതിന് പിന്നാലെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള പല പ്രൊജക്റ്റുകളുടെയും ഒക്കെയും പ്രചാരകനായിട്ടുള്ള ഈ ഒരു മഹേഷ് ബാബുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. 28-ാം തീയതിയാണ് ഇദ്ദേഹം ഹാജരാകാനായി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 13 കോടിയോളം രൂപയാണ് മഹേഷ് ബാബു ഈ 2 കമ്പനികളിൽ നിന്ന് വാങ്ങിയെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇത് പ്രൊമോഷന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ബ്രാൻഡ് അംബാസിഡർ പദവി എന്നുള്ള രീതിയിൽ ലഭിച്ചതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന് ഇവിടെ നിക്ഷേപമുണ്ടോ എന്നതടക്കമാണ് ED പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 28-ാം തീയതി താരത്തിന് EDക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും. അനുജ, ശരി. തെലുങ്ക് നടൻ മഹേഷ് ബാബുവിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ്.